ഗുളികയിൽ മൊട്ടുസൂചി കണ്ടെത്തിയെന്ന പരാതി വ്യാജമെന്ന ആരോഗ്യവകുപ്പിന്റെ നിഗമനം. വിതുര താലൂക്ക് ആശുപത്രിയിൽ നിന്ന് വിതരണം ചെയ്ത ഗുളികയാണ് മൊട്ടുസൂചി എന്ന പരാതി വന്നത്. മൊട്ടുസൂചി പരിശോധിച്ചതിൽ ഗുളികയ്ക്കുള്ളിൽ ഇരുന്നതിന്റെ ലക്ഷണമില്ല. ഇതേ ബാച്ചിലെ മറ്റു ഗുളികകൾക്കും പ്രശ്നമില്ലെന്ന റിപ്പോർട്ട്. അന്വേഷണം ആവശ്യപ്പെട്ട ആരോഗ്യവകുപ്പ് ഡയറക്ടർ DGPക്ക് പരാതി നൽകി. വിവരങ്ങളുമായി എസ് ശാലിനി ചേർന്നുണ്ട്. ശാലിനി, ഇത്തരത്തിലുള്ള ഈ പരാതി വ്യാജം എന്നാണ് പ്രാഥമിക ഘട്ടത്തിൽ വിലയിരുത്തപ്പെടുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ്? ദേവിക, കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരത്ത് ഗുളികയിൽ മൊട്ടുസൂചി കണ്ടെത്തിയ സംഭവം ഉണ്ടാകുന്നത്. രോഗികൾക്ക് നൽകുന്ന ഏറ്റവും ശ്രദ്ധയോടെ നൽകേണ്ട ഗുളികകളിലാണ് ഇത്തരത്തിൽ മൊട്ടുസൂചി ഉൾപ്പെടെയുള്ള വസ്തുക്കൾ കണ്ടെത്തിയിട്ടുള്ളത്. ഈ സാഹചര്യത്തിൽ ഇത് വലിയ രീതിയിലുള്ള വിവാദവും പരാതിയും ഒക്കെ ആയ സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഇതിലാണ് ഇപ്പോൾ പരാതി വ്യാജം എന്ന ആരോഗ്യവകുപ്പ് നിഗമനത്തിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. സ്വന്തം ഭാഗത്തെ തെറ്റിമറയ്ക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു നടപടി എന്നുള്ള വിമർശനവും ഈ ഘട്ടത്തിൽ ഉയരുകയാണ്. ഒപ്പം തന്നെ വിതുര താലൂക്ക് ആശുപത്രിയിൽ നിന്ന് വിതരണം ചെയ്ത ഗുളികയിലാണ് കഴിഞ്ഞ ദിവസം മൊട്ടുസൂചി എന്ന പരാതി ഉയർന്നത്. മൊട്ടുസൂചി പരിശോധിച്ചതിൽ ഗുളികയ്ക്കുള്ളിൽ ഇരുന്ന ലക്ഷണമില്ല എന്നുള്ളതായിരുന്നു പിന്നീട് വന്ന കണ്ടെത്തൽ. ഒപ്പം തന്നെ സൂചിയുടെ അറ്റം മാത്രം തുരുമ്പെടുത്ത നിലയിലാണ് എന്ന് വന്ന് കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ട് കൂടി വരുന്നുണ്ട്. ഗുളിക കഴിച്ച് അസ്വസ്ഥത അനുഭവപ്പെട്ട സ്ത്രീക്ക് എക്സ്റേ പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായിട്ടില്ല. ഇതേ ബാച്ചിലെ മറ്റു ഗുളികകൾക്കും പ്രശ്നമില്ല എന്നുള്ളതാണ് ആരോഗ്യവകുപ്പിന്റെ റിപ്പോർട്ട്. എന്നാലും അന്വേഷണം ആവശ്യപ്പെട്ട ആരോഗ്യവകുപ്പ് ഡയറക്ടറാണ് ഇപ്പോൾ ഈ സംഭവത്തിൽ DGPക്ക് പരാതി നൽകിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ആരോഗ്യവകുപ്പിനെ എതിരെ പരാതികൾ ഉന്നയിക്കുന്ന സാഹചര്യങ്ങൾ വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇതിന്റെ നിജസ്ഥിതി കണ്ടെത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ ആരോഗ്യവകുപ്പ് ഡയറക്ടർ DGPക്ക് പരാതി നൽകിയിട്ടുള്ളത്. എന്നാലും പരാതി DGP സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാലും പ്രത്യേക അന്വേഷണ സംഘത്തെ അടക്കം നിയോഗിച്ചുകൊണ്ട് ഈ പരാതി അന്വേഷിക്കുമോ എന്നുള്ളതാണ് നമുക്ക് കണ്ടറിയേണ്ടത്. എന്തായാലും ഏറെ വിവാദമായ ഒരു സംഭവത്തിലാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് ഡയറക്ടർ ആ പരാതി അല്ലെങ്കിൽ ആ സംഭവം വ്യാജമാണെന്നും അതിന്റെ നിജസ്ഥിതി കണ്ടെത്തണമെന്നും ആവശ്യപ്പെട്ട് സംസ്ഥാന പോലീസ് മേധാവിയെ സമീപിക്കുന്നത്. ദേവിക. ശരി.